പശ്ചിമ ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ വ്യാപക അക്രമം നടന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നോർത്ത് 24 പർഗാനയിൽ തൃണമൂൽ നേതാവിനെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. രോഹിണി, അതായത് ജാർഖണ്ഡിലും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ ഒന്നാം ഘട്ട ഫേസാണ് നടക്കുന്നതെങ്കിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. എല്ലായിടത്തും വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനെല്ലാം അപമാനമായി പശ്ചിമ ബംഗാളിൽ മമതയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിലെ സാഹചര്യങ്ങൾ മാറുകയാണ്. അവിടെ മാത്രം ഒരു മാറ്റവുമില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായി പറയേണ്ടത്. ഇന്നിപ്പോൾ 6 സീറ്റുകളിലാണ് പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 6 സീറ്റിലും മത്സരിച്ചുള്ള അക്രമ സംഭവങ്ങളാണ് നടന്നത് എന്ന് വേണം പറയാൻ. എല്ലാ മണ്ഡലത്തിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പല ബൂത്തുകളിലും TMCയുടെ പ്രവർത്തകർ വന്ന് ഗുണ്ടായിസം നടത്തുകയും അതിനെ BJP ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് തുടർച്ചയായ സംഘർഷങ്ങൾ നടന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒരു കൊലപാതകവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് 24 പർഗാനയിൽ അവിടെ ഒരു TMC നേതാവിനെ അജ്ഞാതർ രാവിലെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. TMCക്ക് അകത്തെ ഉൾപാർട്ടി പ്രശ്നമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.